സിസ്റ്ററിനെ ഉപദ്രവിക്കുന്ന വീഡിയോസും മറ്റും വന്നിട്ടുണ്ട്. അതായത് ഉപദ്രവിച്ചതിന്റെ വീഡിയോ എന്ന് പറയുന്നത് അല്ല, അതായത് ആ ഫോണിൽ കയറി പിടിക്കണാണ് കറക്റ്റ് ആയിട്ട് അതിനെ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് ഇപ്പൊ എന്റെ വീട്ടിൽ നിന്നും വീഡിയോ എടുത്തിട്ട്, അതൊരു വീട്ടിൽ സംസാരം ഉണ്ടായപ്പോ ആ വീട്ടിൽ നിന്ന് പറഞ്ഞ വീഡിയോ എടുത്തിട്ട് നാട്ടുകാരെ കൂട്ടി നാട്ടുകാരെ കൊണ്ടും വീഡിയോ എടുപ്പിക്കുകയും തല്ലിക്കുകയൊക്കെ ചെയ്ത്. അപ്പോഴും എന്തുകൊണ്ടാണ് നാട്ടുകാരിൽ ഒരുത്തം പറഞ്ഞില്ലല്ലോ അവന്റെ മേത്ത് കൈ വീണെന്നുള്ളത്? അത് എനിക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല. എനിക്കെന്ന് പറയുമ്പോ എന്റെ കൂടെയുള്ളവരെ സേഫ് ആക്കുക എന്നുള്ള ഓപ്ഷനേ ഉള്ളൂ. അതുപോലെ തന്നെ പെണ്ണിനെയും ബിജിനെയും നോക്കിയിരുന്ന ഏതോ സിനിമ കണ്ട് പഠിച്ചൊരു പാഠമാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ ഉപദ്രവിക്കുക എന്നുള്ളത് എന്റെ ഡിക്ഷണറിയിലുള്ള സാധനമല്ല. അത് മാക്സിമം കൺട്രോൾ ചെയ്യുക എന്നുള്ള ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ ഞാൻ ആരെയും തല്ലുന്നതോ ഇടിക്കുന്നതോ എന്തുകൊണ്ട് അവരെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും വിഷ്വലും ഇല്ലാത്ത ഞാൻ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട്. പിന്നെ അവർ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്താവുന്നില്ലല്ലോ. അത്രേ ഉള്ളൂ. എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, ഇത് കേൾക്കുമ്പോഴും പറയുമ്പോഴൊക്കെ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ ചെയ്ത കാര്യമാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു പേടിയില്ല ചെയ്തെന്ന് പറയാനായിട്ട്. ചെയ്തിട്ടില്ലാത്തൊരു കാര്യം നമ്മൾ അത്രയും കാലം ഇപ്പൊ ഒരു വഴക്കുണ്ടായപ്പോഴും അപ്പുറത്ത് വീട്ടിലെ അല്ലെ വഴി വെച്ച് കണ്ട ഒരു ഏണിക്കാരന്റെയോ പുറത്തുള്ള പ്രശ്നമല്ല, ഒരു വീട്ടിൽ സംസാരിച്ച് തീർക്കാവുന്ന കാര്യമുള്ളൂ. അതിന്റെ പുറത്ത് ഇങ്ങനെയൊക്കെ ഇതിനെ റീഡയറക്ട് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് വിക്ടിം ആയിട്ട് മറ്റവനെ സ്വർണേഷാക്കിയിട്ട് ഇവരിങ്ങനെ എറിഞ്ഞു കളയുമ്പോൾ ഇത്രയും കാലം അവർ നോക്കിയിട്ടുള്ള ഒരുത്തനാണെന്നുള്ള ഒരു കൺസെപ്റ്റ് എങ്കിലും വേണ്ടേ? ഉള്ള കാര്യങ്ങൾ പറഞ്ഞു, കഥ മെനയുന്നതിലേ നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ സാരമില്ല, ഇതൊരു പാഠമായിട്ട് ഞാൻ എടുക്കുകയാണ്. അതായത് ഈ ഇത്രയും കാലം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പണിയെടുക്കുന്ന പൈസ എന്റെ കൈ വെച്ചാൽ മതിയായിരുന്നു. ഞാൻ ഇത് വെറുതെ അവർക്ക് വേണ്ടി കൊടുത്ത് വെച്ചത് കൊണ്ട് ഞാനിപ്പോൾ ആരായി? ഞാനിപ്പം പിച്ചക്കാരനായി. അതായത് ഒരു പെർമനന്റ് അഡ്രസ്സ് പോലും ഇല്ലാത്ത ഒരുത്തനായിട്ട് ഞാനിപ്പോൾ എൻ്റെ ഭാര്യ വീട്ടിലാണ് കഴിയുന്നത്.